ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചില്ലി പോർക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഒട്ടും തന്നെ മടുപ്പില്ലാണ്ട് ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട് തോന്നും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഈ ചില്ലി പോർക്കിന്. അപ്പോൾ നമുക്ക് ഈ ചില്ലി പോർക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ പോർക്ക് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് മൂടി വെച്ച് ഒരു 3 വിസിലടിപ്പിക്കാം. അപ്പോൾ 3 വിസിലിന് ശേഷം നമുക്കിതിൻ്റെ സ്റ്റീമൊക്കെ പോയി കഴിയുമ്പോൾ തുറന്ന് നോക്കാം. ഇപ്പോൾ കുക്കർ 3 വിസിലൊക്കെ അടിച്ചിട്ട് അതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കാം. ഇപ്പോൾ പോർക്ക് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വെന്തുവെന്ന് അറിയാനായിട്ട് നമുക്കൊരു കത്തിയോ സ്ക്യൂയറോ വെച്ചിട്ട് ഈ കഷ്ണങ്ങളേമേ ഒന്ന് കുത്തി നോക്കിയാൽ മതി. പെട്ടെന്ന് തന്നെ ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ അത് വെന്തു എന്നാണ് അർത്ഥം. ഇനി നമുക്കിത് ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, അതിൽ നിന്ന് നമുക്ക് പോർക്കും കഷ്ണങ്ങൾ എടുത്ത് മാറ്റിയിട്ട് അത് നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ചില്ലി പോർക്ക് ആയതുകൊണ്ട് ഞാനിവിടെ നീളനെയാണ് അരിഞ്ഞെടുക്കുന്നത്. ഇതുപോലെ നീളനെ നമുക്കിതെല്ലാം അരിഞ്ഞെടുത്തിട്ട് വരാം. ഇപ്പോൾ പോർക്ക് ഇവിടെ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, എല്ലാതും നീളനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോർക്ക് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, എന്നാലും മസാലയ്ക്ക് വേണ്ടിയിട്ട് ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നോക്കാം. അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വീണ്ടും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ പോരായി ഉണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ ഇതിൽ നന്നായിട്ട് എല്ലാ ഭാഗത്തും കോൺഫ്ലവർ കോട്ട് ചെയ്ത് വരുന്ന രീതിയിൽ നമ്മൾ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊരു 10 മിനിറ്റ് കുറഞ്ഞത് ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് നോക്കാം. ഇപ്പോൾ പോർക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മുടെ പോർക്കിൽ നെയ്യിൻ്റെ ഇതൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് കുറേശ്ശെ ഇതുപോലെ പോർക്ക് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചു വിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു 3 ബാച്ചായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കണത്. അപ്പോൾ തിരിച്ചും മറിച്ചു വിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പോർക്ക് ഫ്രൈ ചെയ്യണ സമയത്ത് കുറച്ച് കട്ടയായിട്ട് ഇരുന്നാലും നമുക്കത് എടുത്തിട്ട് ഓരോന്നായിട്ട് എടുക്കാനായിട്ട് പറ്റും. കോൺഫ്ലവർ ചേർത്തത് കൊണ്ട് വേറിട്ട് കിട്ടും. ഇപ്പോൾ ആദ്യത്തെ ബാച്ച് പോർക്ക് ഫ്രൈ ചെയ്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മറ്റുള്ള പോർക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഞാൻ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പോർക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണയിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 സവാള ക്യൂബ്സാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. സവാള ജസ്റ്റ് ഒന്ന് വാടി വരട്ടെ, അതുവരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സവാളയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്.
ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ക്യൂബ്സാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തക്കാളിയും സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി പേസ്റ്റ്, ഗ്രീൻ ചില്ലി പേസ്റ്റാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാനായിട്ട് ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിലേക്ക് ഉപ്പോ ടൊമാറ്റോ സോസോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഞാൻ ക്യൂബ്സാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പോർക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ക്യാമറ ഒന്ന് ഓഫായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ അത് ഇതിൽ കാണാഞ്ഞത്. പോർക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഈ സോസിലൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ പോർക്കിൻ്റെ എല്ലാ ഭാഗത്തും ഈ സോസ് വരുന്ന രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി പോർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.